മൃദംഗ വിഷൻ നൃത്ത പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ കേസ് അന്വേഷണം നടി ദിവ്യ ഉണ്ണിയിലേക്ക്. ദിവ്യ ഉണ്ണിയുടെ ഉറ്റ സുഹൃത്ത് പൂർണിമ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്റ്റേഡിയത്തിലെ സ്റ്റേജ് നിർമ്മാണത്തിൽ സംഘാടകർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്റ്റേജ് നിർമ്മാണ കേസിലെ പ്രതി കൃഷ്ണകുമാർ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. 4 കോടിയിലധികം രൂപയുടെ കൊള്ളയാണ് മൃദംഗനാദം എന്ന പേരിൽ നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മൃദംഗാവിഷൻ നൃത്തപരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ നിലവിൽ 4 പ്രതികളാണുള്ളത്. മൃദംഗാവിഷൻ MD നിഘോഷ് കുമാർ, നിഘോഷ് കുമാറിന്റെ ഭാര്യ, കമ്പനി CEO ഷമീർ അബ്ദുൾ റഹീം, അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമ എന്നിവരാണ് കേസിൽ പ്രതികൾ. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. പൂർണിമ നടി ദിവ്യ ഉണ്ണിയുടെ ഉറ്റ സുഹൃത്താണ്. ഇവരാണ് ദിവ്യ ഉണ്ണിയെ സംഘാടകർക്ക് പരിചയപ്പെടുത്തി നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിശ്വാസവഞ്ചനയും പണാപഹരണവും ഇതിൽ ഉൾപ്പെടും. അതിനിടെ കേസിൽ ദിവ്യ ഉണ്ണിക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പരാതിക്കാരും രംഗത്തെത്തി. ഇത് നമ്മള് മൃദംഗ വിഷനുള്ള ലിങ്ക് നമുക്ക് പങ്കെടുക്കുന്ന നർത്തകർക്ക് ഇവർ ഷെയർ ചെയ്തിരുന്നു. അതിലൂടെയാണ് ലൈവായിട്ട് നമുക്ക് ഈ പരിപാടി കാണാൻ സാധിച്ചിരുന്നത്. അതില് നമ്മൾ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പൂർണിമ എന്നൊരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പൂർണിമ US സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. പൂർണിമയുടെ സുഹൃത്താണ് ദിവ്യ ഉണ്ണി. ആ വഴിയാണ് ദിവ്യ ഉണ്ണി ഇതിലേക്ക് വന്നതെന്ന് പറയുന്നു. നിലവിൽ ദിവ്യ ഉണ്ണിക്കും ഇതിനകത്ത് ഈ സാമ്പത്തികമായി ഈ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ മൃദംഗാവിഷന് ഇങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നതിൽ അവരുടെ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പങ്കും കൂടെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതായിരിക്കും. അതേസമയം പരിപാടിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നുണ്ട്. സംഘാടകർ സാമ്പത്തികമായി വഞ്ചിച്ചതായി നൃത്തത്തിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാനടക്കം 12,000 പേർ പങ്കെടുത്ത ഈ മെഗാ പരിപാടിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് അടിസ്ഥാനപരമായ ഒരു ബാത്റൂം സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു ആംബുലൻസോ മെഡിക്കൽ സംവിധാനങ്ങളോ ഡോക്ടറോ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ പ്രോഗ്രാം കണ്ടന്റ് ചെയ്തത്. അതിനാൽ ഇതിനെതിരെ ശക്തമായിട്ട് ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിക്കണം. അതിനിടെ കലൂർ സ്റ്റേഡിയത്തിലെ സ്റ്റേജ് നിർമ്മാണത്തിലടക്കം സംഘാടകർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കേസിലെ പ്രതി കൃഷ്ണകുമാർ ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. മൃദംഗാവിഷൻ സംഘടിപ്പിച്ച പരിപാടിക്ക് GCDA അനുമതി നൽകിയിരുന്നില്ല. മറ്റാരെയോ സഹായിക്കാൻ പോലീസ് കേസിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും കൃഷ്ണകുമാർ ചെയ്ത സ്റ്റേജിന് അനുമതി GCDA ഉണ്ടായില്ല. എനിക്കറിയാം, ഞാൻ GCDA പെർമിഷൻ എടുത്ത് കൊടുത്ത ആളാണ് ഞാൻ. അപ്പോൾ GCDAയിൽ നിന്നും ഇതുപോലെ സ്റ്റേജ് ഉണ്ടാക്കാൻ അവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. ആ നൈറ്റ് അവർ ചെയ്തു തുടങ്ങിയപ്പോഴും GCDA ആൾക്കാരത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെന്നതാണ്. എൻ്റെ കയ്യിൽ പോലീസുകാർക്ക് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരു ചാനലിനും കിട്ടാത്ത വീഡിയോസുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോലീസിനെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ പോലീസിൽ നടക്കുന്നുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെയോ രാഷ്ട്രീയം പറയുന്നതാണോ എന്തോ ഉടനെ അവർ മാറ്റുന്നുണ്ട്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി സംഘാടകർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ മറുപടി പറയേണ്ടത് പോലീസ് തന്നെയാണ്. സാമ്പത്തികമായ തട്ടിപ്പടക്കം ഗുരുതരമായ ആരോപണങ്ങൾ മൃദംഗാവിഷനെതിരെ ഉയരുമ്പോൾ ശക്തവും വിപുലവുമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.